നമ്മളിവിടുത്തെ ഏജ് 60 വയസ്സ് റിട്ടയർമെൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രായം അങ്ങ് തീർന്നു, ഇനിയിപ്പോൾ അടുത്ത നടക്കാനുള്ളത് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആണ്. പിന്നെ വേറെ ഒന്നും പ്രതീക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അന്നേരം നമ്മുടെ മുഖമൊക്കെ വാടി നമ്മൾ സംസാരിക്കുന്ന രീതി വേറെ. കാരണം ഇനി നടക്കാൻ പോകുന്ന ഇവൻ്റ് ഇനി അതാണെന്നുള്ളതാണ് ആൾക്കാരുടെ വിചാരം. 60 വയസ്സിലൊക്കെ തുടങ്ങുകയുള്ളൂ. 60 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഒരു 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 ശരിക്കുള്ള ഒരാളുടെ ഒരു പീക്ക് പെർഫോമൻസ് കിട്ടേണ്ടത് ഒരു 60+ ആണ്. പകൽ വരെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. രാത്രി സന്ധ്യ വാങ്ങിയാൽ കഴിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് കഴിക്കുക. പരമാവധി കഴിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. 16 മണിക്കൂർ ഫുഡ് കട്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ബെറ്ററായിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും, നല്ലൊരു ഒരു 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 ബാലൻസ്ഡാണ്. കാരണം നമ്മുടെ അവയവങ്ങൾക്ക് റെസ്റ്റ് വേണ്ട. ഇങ്ങനെ ത്രൂ ഔട്ട് ലോഡ് കൊടുത്തുകൊണ്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് റെസ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ക്വാളിറ്റി കൂട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട പല കാര്യങ്ങളും തന്നെ സെറ്റിലാകുന്ന കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മിക്കവാറും 15 മണിക്കൂർ 16 മണിക്കൂർ ആഹാരം കഴിക്കാറില്ല. വളരെ ലൈറ്റ് ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് 1/3 ഫുഡ് മതി മനുഷ്യന് ജീവിച്ചിരിക്കാൻ. കഴിക്കുന്നത് വളരെ എക്സസ്സാണ്. ഒരു ലോറിയിൽ ലോഡ് വെച്ചിട്ട് നമ്മൾ ഒരു ആക്റ്റീവ കൊണ്ട് കെട്ടി വലിക്കുന്നതെന്ന് പറയുന്ന പോലെ അത്ര ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊരു മെഷീനും അതിനൊരു ലൈഫ് ഉണ്ടല്ലോ. കൂടുതൽ ഒരാളുടെ ഇതിൽ നമ്മൾ ലോഡ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയെങ്കിലും ലൈറ്റ്, അതായത് നമ്മൾ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലുള്ള നമ്മളിവിടുത്തെ ഏജ് 60 വയസ്സ് റിട്ടയർമെൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രായം അങ്ങ് തീർന്നു, ഇനിയിപ്പോൾ അടുത്ത നടക്കാനുള്ളത് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആണ്. പിന്നെ വേറെ ഒന്നും പ്രതീക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അന്നേരം നമ്മുടെ മുഖമൊക്കെ വാടി നമ്മൾ സംസാരിക്കുന്ന രീതി വേറെ. കാരണം ഇനി നടക്കാൻ പോകുന്ന ഇവൻ്റ് ഇനി അതാണെന്നുള്ളതാണ് ആൾക്കാരുടെ വിചാരം. 60 വയസ്സിലൊക്കെ തുടങ്ങുകയുള്ളൂ. 60 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഒരു 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 ശരിക്കുള്ള ഒരാളുടെ ഒരു പീക്ക് പെർഫോമൻസ് കിട്ടേണ്ടത് ഒരു 60+ ആണ്. അതായത് ഒരാളുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനും അയാൾ നാളെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഒരു പ്രായം 60 കഴിഞ്ഞിട്ടാണ്. അല്ലാതെ 60 കഴിയുമ്പോൾ തീർന്നു എന്നല്ല, 60 തുടങ്ങണം. അതായിരിക്കണം ആറ്റിറ്റ്യൂഡ്.